നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ ശബരിമല തീവെട്ടിക്കൊള്ള അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് നമ്മളിപ്പോഴും. എന്ത് സംഭവിച്ചു, എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു ഐഡിയ കിട്ടുന്നില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ മെയ് മാസമാണെന്ന് തോന്നുന്നു സ്വർണ്ണക്കൊള്ള നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടന്നു എന്ന് അറിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയാൻ പറ്റുമോ? ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ പറഞ്ഞതുപോലെ വാതിൽപ്പാടിയിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി എടുത്ത സ്വർണം ഈ 2020 മെയ്യിലാണ്. ഈ മെയ് മാസത്തിൽ ഈ പറയുന്ന പോലെ ഒരു സ്വർണം ഇപ്പം നമ്മൾ എല്ലായിടത്തും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എത്ര സ്വർണം രാവിലെ പണിയാൻ കൊടുക്കുന്നു, തിരിച്ച് പണി കഴിഞ്ഞതിന് ശേഷം എത്ര സ്വർണം തിരിച്ചേൽപ്പിക്കുന്നു, അതിന് കണക്കുണ്ടാവുന്നത്. ഈ മസ്റ്റൂൾ പോലെ അല്ലെങ്കിൽ അതിന് കണക്കുണ്ടാവും. 7-ാം തീയതി എടുക്കുന്നു, 10-ാം തീയതി വീണ്ടും പണിക്കെടുത്തപ്പോൾ ഇതിനകത്ത് വന്ന് ഏതാണ്ട് 13 പവനോളം വരുന്ന സ്വർണത്തിനകത്ത് കുറവ് വരുന്നു. ഇത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഫോർട്ട് പോലീസിൽ പരാതി കൊടുക്കുന്നു. പരാതി വളരെ വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആൾക്കാരെയൊക്കെ അന്വേഷിക്കുന്നു. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വർണം പോയി അല്ലെങ്കിൽ ഇവിടെ പോയി എങ്ങനെ പോയി എന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചപ്പം ഈ സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മണലിനകത്ത് നിന്ന് സ്വർണം തിരിച്ചു കിട്ടുകയാണ്. അപ്പം സ്വർണം മോഷണം നടന്നു, അത് പിടിക്കുമെന്ന് കണ്ടപ്പോൾ ഈ പറയുന്നത് പോലെ സ്വർണം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു. പോലീസ് വലിയ വിശദമായിട്ട് അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തുമ്പോൾ അതിനകത്തൊരു 6ഓളം ജീവനക്കാരെ അവർക്ക് സംശയമുണ്ട്. ക്ഷേത്രം ജീവനക്കാർ സംശയമുണ്ട്. ആ സംശയമുള്ളവരെ പോലീസ് പലവട്ടം പോലീസ് ചോദ്യം ചെയ്യുമ്പം നമുക്കൊരു കുഴപ്പമുണ്ടല്ലോ, പോലീസിന് പല മാർഗങ്ങളിൽ ചോദ്യം ചെയ്യാൻ പറ്റുമല്ലോ. അതിനകത്ത് മോശമായ മാർഗത്തിലേക്ക് പോലീസിന് പോകാൻ പറ്റത്തില്ല. അമ്പലത്തിന് വേണ്ടപ്പെട്ടവരും അമ്പലത്തിൻ്റെ ആൾക്കാരും ഈ പറയുന്നത് പോലെ 6 5 കുറ്റക്കാരല്ല, ഒരുത്തം മാത്രമാണ് കുറ്റക്കാരനെന്നുണ്ടെങ്കിൽ 5 പേർക്കും കിട്ടുന്ന ട്രീറ്റ്മെന്റ് പോലീസിന്റെ ഒരു ട്രീറ്റ്മെന്റ് പോലീസിനൊക്കെ പറയിക്കാനൊക്കെ പറ്റും. നമ്മുടെ പോലീസ് മോശമൊന്നും അല്ല. പിന്നെ പോലീസ് പറഞ്ഞു വേറെ മറ്റു നിർവാഹം ഇല്ലെങ്കിൽ അത് ചെയ്തു. അപ്പൊ പോക്കട്ടിക്കാരനെ പിടിക്കുന്നതും റോഡിങ്ങുന്നുള്ളവനെ പിടിക്കുന്നതിനും പോലെ അതിനെക്കാട്ടി മോശമായ ജോലി അവൻ ചെയ്യുന്നെങ്കിലും അപ്പൊ അങ്ങനെ ചെയ്യാൻ പോലീസിന് പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ പൊതുജനം അതിനകത്ത് ചോദ്യം ചെയ്യൽ വരുമല്ലോ, അതിനകത്ത് വേറെ വൈകാരികമായിട്ടുള്ള ഇടപെടലുകൾ വരുമല്ലോ. അതൊക്കെയാണല്ലോ ഇതിനകത്തൊരു സുഖവും ഗുണവും ഉപമാരുടെ നിലനിൽപ്പിന്റെ ഒക്കെ ഒരു വിഷയം. അപ്പം 6 പേരെ നുണപരിശോധനയ്ക്ക് പോലീസ് ആവശ്യപ്പെട്ടു, ഫോർട്ട് പോലീസ്. ഇപ്പം ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഈ സ്വർണ്ണപ്പാളി കൊള്ളയടിച്ചവനെ അല്ലെങ്കിൽ മോഷ്ടിച്ചവനെ കണ്ടെത്തുന്നതിന് വേണ്ടി നുണപരിശോധനയ്ക്ക് ഹൈക്കോടതി ഇവരുടെ അതിനകത്ത് നുണപരിശോധന നടത്തുന്ന ഹൈക്കോടതി അനുമതി കൊടുക്കുന്നു. നുണപരിശോധനയ്ക്ക് ഊമാരുടെ അനുമതി മേടിച്ചിരിക്കുക. അതെല്ലാത്തിനകത്തും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എടുത്തു കളയേണ്ട കാര്യം ഇപ്പം നമ്മുടെ നുണപരിശോധന നടത്തണമെങ്കിൽ നമ്മുടെ ഒരു അനുവാദം വേണം, നമ്മുടെ ഇത് വേണം. അപ്പോൾ അത് വേണം. അപ്പോൾ ഇതിനകത്ത് സമാനതകളുണ്ട് സാറേ. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ശബരിമലയുടെ കൂട്ട് നമ്മുടെ അമ്പലങ്ങളിൽ മൊത്തം പണ്ടറിയാമല്ലോ, ബ്രിട്ടീഷുകാര് ഇന്ത്യ മഹാരാജ്യത്ത് വന്നതും അല്ലെങ്കിൽ അതിനു മുമ്പ് മുഗളന്മാർ വന്നതും പലരുടെ അധിനിവേശത്തിലും അവരുടെ കൊള്ളയുടെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എവിടെയായിരുന്നു അറിയാം? ക്ഷേത്രങ്ങളായിരുന്നു. ഈ ക്ഷേത്രങ്ങൾക്കകത്തായിരുന്നു സ്വർണം പണ്ട് വെച്ചത്. ക്ഷേത്രങ്ങൾക്കകത്ത് സ്വർണം വെക്കുന്ന പറഞ്ഞാൽ ഭഗവാന്റെ കീഴിൽ വെക്കുന്നതിനപ്പുറം വേറൊരു അടിസ്ഥാനമുണ്ട്. അന്ന് രാജഭരണമാണ്. രാജഭരണത്തിനകത്ത് രാജ്യത്തിന്റെ മുതലിനപ്പുറം ചില മുതലുകൾ അവിടെ സൂക്ഷിക്കുന്നു. ഈ രാജ്യം നശിച്ചു പോകുന്ന ഏറ്റവും അവസാനത്തെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവിടുന്ന് ഇത് എടുക്കണം, എന്നിട്ട് എടുത്തിട്ട് അത് ഉപയോഗിക്കണം. ഉപയോഗിച്ചതിന് ശേഷം ഭഗവാന്റെ മുതലാ ആ ഒരു കൺസെപ്റ്റിൽ നീ ഇത് ഉപയോഗിച്ചതിന് ശേഷം ആ രാജ്യം വൃത്തിയാകുന്ന സമയത്ത് അതുകൊണ്ട് സമ്പന്നമാക്കി വീണ്ടും അതവിടെ കരുതണം. അതാണ് അതിൻ്റെ ഒരു ഈ സങ്കല്പം. അതായിരുന്നു. അല്ലാതെ ഇതൊന്നൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കീഴിൽ ടൺ കൊണ്ട് കണക്കിന് സ്വർണം കൊണ്ട് വെച്ചേക്കുന്നതിന്റെ കാര്യമല്ല. ആ രാജാവ് അല്ലെങ്കിൽ ആ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതിന്റെ സമ്പന്നതയുടെ സമയത്ത് ഏതെങ്കിലും കാലത്ത് ഒരു ദോഷം കാലം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അത് പത്മനാഭന്റെ മുതലാക്കി കരുതിയിരിക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വെക്കണം. ഈ സാധനം അവിടെ നിന്ന് രാവിലെയും വൈകിട്ടും ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഒരു സമിതി ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ. ഇതിനകത്ത് പറയുമ്പം ദേവസ്വം ബോർഡിന്റെ കീഴിലാ ശബരിമലയ്ക്കകത്ത് കൊള്ള നടത്തുന്നതിന് സുതാര്യമാണ്. കൊള്ളസംഘത്തെ ഏൽപ്പിച്ചാൽ മതി. നമ്മൾ ഈ കാണുന്ന വർത്തമാനവും കോടതി ഇടപെടിയിലും പിടിച്ചേക്കുന്നവരും ഒക്കെ എന്ന് പറയുമ്പം ഇതിനകത്ത് ആരാ? അവർക്ക് മാത്രം സ്വർണം മോട്ടിക്കാനൊക്കെ അതോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ച ശബരിമലയിലെ ദ്വാരപാലക ശില്പം അഴിക്കാൻ പറ്റുമോ? വാതിൽപ്പാളി അഴിക്കാൻ പറ്റുമോ? അവർക്ക് കിട്ടുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് കിട്ടുന്ന ഉത്തരവെന്ന് പറഞ്ഞാൽ യുവമാരെ ഇതിനകത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അറിയത്തില്ലേ, ചോട്ടൊഴിലാളികളാ. ഇതിനകത്ത് എന്തെങ്കിലും കിട്ടും. ഇത് അഴിപ്പിക്കാൻ ഇത് അഴിക്കണമെങ്കിൽ ധൈര്യം കിട്ടണം. അഴിക്കാൻ ധൈര്യം കിട്ടണമെങ്കിൽ
ഈ പറയുന്നവർക്ക് അഴിക്കാൻ ധൈര്യം കിട്ടണമെങ്കിൽ, അതിനൊരു മാസ്റ്റർ തയ്യാറാക്കണമെങ്കിൽ, അതിൻ്റെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ പൂർത്തീകരിക്കണമെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ഞാനല്ലേ പറഞ്ഞ് അഴിച്ചോളാന്ന് പറയാൻ അവർക്ക് വിശ്വാസമുള്ള, അതുപോലെ കരുത്തുള്ള, പ്രാപ്തിയുള്ള ഒരുത്തൻ പറയണം. അപ്പൊ അത് മന്ത്രിയാവാം, MP ആവാം, MLA ആവാം, MP. അല്ലാത്തവർ പറഞ്ഞാൽ അഴിക്കുവോ? അത് അഴിച്ചത് മാത്രമല്ല സാർ, അത് ചെമ്പ് പാളിയാന്ന് എഴുതി ചേർക്കുകയും അതാ ഞാൻ പറഞ്ഞത്. അതാ നീ എഴുതുന്നതിനകത്ത് കുഴപ്പമുണ്ടോ എന്നുള്ളതാ ഞാൻ പരിശോധിച്ചിട്ട് തരാം. നീ മാസ്റ്റർ തയ്യാറായി കൊണ്ടുപോവാ, ഞാൻ നോക്കട്ടെ ഇതുപോലെ മതിയോ. അപ്പൊ ആ ഗ്രൗണ്ട് കറക്റ്റ് ചെയ്യാൻ മാത്രമല്ല, ഇത് അഴിക്കാൻ ഈ മുരാരി ബാബു അഴിക്കത്തില്ല, ₹1 അവിടുന്ന് എടുക്കത്തില്ല. മുരാരി ബാബു അത് അഴിക്കാൻ പറയണമെങ്കിൽ, എഴുതാൻ പറയണമെങ്കിൽ മുരാരി ബാബുവിന് അത്രയും ബലമുള്ള ആൾ പുറയെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കോടതി ഇടപെടിയിലുള്ള നിരീക്ഷണമുള്ള എല്ലാ വകുപ്പിനും കമ്മീഷണർമാരുള്ള ഒരമ്പലം, ലോകമുറ്റുനോക്കുന്ന അമ്പലം, എല്ലാവർക്കും കോടിക്കണക്കിന് രൂപ വരുന്ന അമ്പലം. അപ്പൊ അതുപോലെയുള്ള ഒരു അമ്പലം, ഇതിനെ പറയാൻ കാര്യം അവിടെ കൊള്ള നടക്കുന്നു. ഇതിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥ വെളിയിൽ വരട്ടെ, ശരിയായ ഗൂഢാലോചന വെളിയിൽ വരട്ടെ നമുക്ക് ആശിക്കാനേ പറ്റൂ. മുമ്പ് പല കാര്യങ്ങളും മുമ്പോട്ടുള്ള പരിശോധിക്കുമ്പോൾ ആശയ്ക്കൊന്നും വകയില്ല. മനസ്സിലായില്ലേ? ഈ പറയുന്ന ഒരു മുരാരിയും ഒരു പോറ്റിയും ഒരു തിരുമേനിയും ഒക്കെ അകത്ത് കിടന്നെങ്കിൽ തീരുന്നതേ ഉള്ളൂ മുൻകാലങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ. ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞോട്ട് തിരുവനന്തപുരത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിന് വേറെ പ്രത്യേകതയുണ്ട്. ഇതൊരു പ്രത്യേക അല്ലെങ്കിൽ ഇത് ഗവൺമെന്റിന്റെ ഒന്നും കയ്യിലല്ല, പ്രത്യേക ഒരു വിങ്ങിന്റെ കയ്യിലാണ്. അതിനകത്തുനിന്ന് അവരറിയാതെ ഈ പറയുന്നത് പോലെ ചില കൊള്ളകളും കാര്യങ്ങളും മറ്റൊന്നും മറിച്ചതും ഒക്കെ വളരെ കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അവിടെയും കൊള്ള നടക്കുന്നില്ലെന്നുള്ളതാണ്. ഇത് ഈ കൊട്ടാരത്തിന്റെ കെയർ ഓഫിലായതുകൊണ്ട് അവരെ പറ്റിച്ചാണ് ഈ നടക്കുന്നത്. അവർ ഇതിനകത്തൊരു കൊള്ളസംഘമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ഗവൺമെന്റിന്റെ ഭാഗമാക്കാനുള്ള ഒരു നീക്കം ശ്രദ്ധിച്ചായിരുന്നു വളരെ വലിയ വലിപ്പത്തിൽ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ടൺ കണക്കിന് സ്വർണം ഇരിക്കുന്നു, ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചില സ്വകാര്യ കക്ഷികളുടെ കീഴിലാണ്. അതിനുവേണ്ടി എന്തെല്ലാം മേളം, എന്തെല്ലാം നിയമയുദ്ധം അവിടെ നടന്നു. അത് അതിനൊരു മുന്നോടിയായിട്ടാണ് ഈ കടം വാങ്ങി കൂട്ടുന്നത്. അവിടെ സ്വർണം ഇരിപ്പുണ്ടല്ലോ ഖജനാവില്. അതെ, ആ സാധനം ഇപ്പൊ കടം വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ അത് പല നിരീക്ഷകരും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഈ ആവശ്യത്തിനും കടം മേടിച്ച് ദൂർത്തടിക്കുന്നത് ഈ ഫണ്ട് കണ്ടിട്ടാണ്. ഒരു നിർവാഹം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കേന്ദ്ര സർക്കാരിന് ഉപദേശിച്ചാലോ അവിടുത്തെ ഫണ്ട് നമുക്ക് എടുക്കാം, ആ ഒരു പ്രതീക്ഷ കൂടി ഇല്ലാതില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞത് ആ സ്വർണം കൊള്ളയടിക്കാൻ ഈ പറഞ്ഞ പോലെ 10, 13, 25 മറ്റേ, കാരണം പല നിലവറകളും പരിശോധിച്ചവൻ പോലും തലയെ കൈവച്ചു. ഇനിയും പലതും പരിശോധിക്കാൻ ഇരിപ്പുണ്ട്. അപ്പൊ ഇതുപോലെ ടൺ കണക്കിന് സ്വർണം അവിടെ ഇരിപ്പുണ്ട്. ഇതുപോലെ ദേവസ്വം ബോർഡിന്റെ കൂട്ടൊരു ബോഡിയുടെ കീഴിലാക്കി ഇതുപോലെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞത് ഇപ്പൊ ഇരിക്കുന്നവരുടെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതി. ഇതിനൊരു മേലോത്ത സമിതിയും കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ്ങും കാര്യങ്ങളും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ടുള്ളത് വേണം. അത് അവർ നടത്തിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇരിക്കും. എന്നാലും അതിനകത്തും ഇതുപോലെയുള്ള കൊള്ളകൾ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. സാറേ, അത് സമുദ്രം പോലെ അവിടെ സ്വർണ്ണം ഇരിക്കുന്നു. അതിനകത്ത് ഇവന് 13, 15 ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നവർ സ്ഥിരമായിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഈ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നവന്മാർ, അല്ലെങ്കിൽ ഭഗവാനെ സംരക്ഷിക്കാൻ നിൽക്കുന്നവന്മാർ, ഭഗവാനെ പൂജിക്കാൻ നിൽക്കുന്നവന്മാർ ഒരു 90% ഈ പറഞ്ഞ പോലെ കൊള്ളക്കാരും കള്ളന്മാരുമാണ്. ഈ പുറത്തു നിന്ന് പോയിട്ട് തലയിൽ ഒഴിഞ്ഞ് പൈസ ഇടുന്നവനെയുള്ള ഇവിടെ വിശ്വാസം. ബാക്കിയുള്ളവന് ഇതിനകത്തുനിന്ന് എന്തടിച്ചു മാറ്റാം, അതിനുള്ള സംവിധാനം എന്താണ്, അതിന് ഏതൊക്കെ പഴുതുകളുണ്ട്, അതിന് ആരെയൊക്കെ ഉപയോഗിക്കാം, ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്തും കോടതി ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞാൽ കോടതി പലതിനകത്ത് ഇടപെടുന്നു. അതായത് ഇതുപോലുള്ള കൊള്ളകൾ അല്ലെങ്കിൽ പല സാധാരണക്കാരനും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എത്തിച്ചേരാൻ പറ്റാത്തിടത്ത് അതിനെ ഒരു അറുതി വരുത്തുന്നതിന് പൂർണ്ണതയിലേക്കൊന്നുമുള്ള കാര്യങ്ങൾ വരുമെന്ന് കോടതിക്ക് പോലും വിശ്വാസം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടും കൊള്ള നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തുമാർ. ഇത് സ്വർണ്ണം ശർക്കര പാത്രത്തിൽ കൈയിട്ടാ നക്കാത്തവനാരാന്ന് ചോദിച്ചുള്ള പഴഞ്ചൊല്ല. അപ്പൊ ഇതിനകത്ത് ഇപ്പം ശബരിമല കൊള്ളയ്ക്കകത്തും ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചാണല്ലോ അവിടുത്തെ ഒരു ഇടപെടിയിൽ നടന്നത്. കാരണം അതുപോലെ എത്ര കൊള്ള നടന്നത്. ഇതൊരു നമ്മൾ കാണുമ്പോൾ ഒരു സ്വർണത്തിനകത്ത് ഒരു വാതിൽപ്പാളിയുടെ ഒരു ദ്വാരപാലകത്തിന്റെയും കാര്യമുള്ളൂ. എന്തും വേണ്ടി കൊള്ള ഏതെല്ലാം മേഖലയിൽ അവിടെ നടക്കുന്നത് ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഒരു വിശ്വാസമില്ലായ്മയല്ലേ ശരിക്കും പറഞ്ഞാൽ. വിശ്വാസികളല്ലാത്ത ആളുകൾ ക്ഷേത്രത്തിലെ ജീവനക്കാരായി വരുമ്പോഴല്ലേ ഇതിൽ ക്ഷേത്രത്തിൻ്റെ ആണോ അല്ലെങ്കിൽ ഭഗവാന്റെ ആണോ ഭക്തരുടെ ആണോ എന്ന് തിരിച്ചറിയാതെ ഈ സാധനം അടിച്ചു മാറ്റാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ? അല്ല, ഞാനതേ പറഞ്ഞുള്ളൂ. ഇതിനകത്ത് അകത്ത് നിൽക്കുന്നവൻ ഒന്നും വിശ്വാസിയല്ല. അകത്ത് നിൽക്കുന്നവൻ വിശ്വാസിയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആളാണെങ്കിൽ, ഞാൻ ചോദിച്ചത് കോടതി പറഞ്ഞല്ലോ ഈ പേരുകൾ ഉള്ള ആൾക്കാരെ പരിശോധിക്കാൻ. അതായത് ഈ ചെമ്പ് പാളിന്ന് 98-ലെ സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് എഴുതുന്നതിനകത്ത് മാസ്റ്റർ തയ്യാറാക്കി കൊണ്ടു കൊടുത്തപ്പോൾ
നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവത്തിന് തുല്യമായിട്ടും ദൈവത്തിന്റെ അച്ഛനായിട്ടും കാണുന്നു, അല്ലെങ്കിൽ ആ ശാസ്ത്രമുള്ളതുമായിട്ടുള്ള തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. തന്ത്രിക്ക് അറിയത്തില്ലയോ സ്വർണ്ണമാണെന്ന്? അറിയാമല്ലോ സാറേ. മേൽശാന്തി ഒപ്പിട്ടുണ്ട്. മേൽശാന്തിക്ക് അറിയത്തില്ലയോ സ്വർണ്ണമാണെന്ന്? മൂന്നാമത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് എനിക്ക് ഈ അമ്പലമായിട്ട് വലിയ പാരമ്പര്യമുണ്ട്. അതായത് പത്മകുമാർ എൻ്റെ മുത്തച്ഛിയാണ് ഹരിവരാസനം എഴുതിയത്. അപ്പൊ അയാൾക്ക് അറിയത്തില്ലയോ സ്വർണ്ണമാണെന്ന്? വാസു ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്വത്തിൽ വരെ ഇരുന്നിട്ടുള്ള ആള്, മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ കമ്മീഷൻ, അയാൾക്കറിയത്തില്ലയോ അത് ചെമ്പല്ല ഒന്നാണെന്ന്? അപ്പൊ ഇതിനകത്ത് ആരാ സാറ് പറ വിശ്വാസി? ആരെയാണ് വിശ്വാസിയായിട്ട് കാണേണ്ടത്? വിശ്വാസി അല്ലാത്ത ആൾ ഇരിക്കുന്നത് കൊണ്ടാണെന്നല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസിയായിട്ട് കണക്കാക്കപ്പെട്ട ആളാണോ തന്ത്രി? ആണോ? തീർച്ചയായിട്ടും അതാണ്. അപ്പൊ അയാൾ പോലും ഇതിന് കൂട്ടുനിൽക്കുന്നു. അപ്പൊ ഇതൊരു ഗൂഢസംഘം, കൊള്ള സംഘം. ഞാനീ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇവർക്ക് അതിനകത്ത് അതിന് കാവലായിട്ട് നിൽക്കുന്ന ഒരു കൊള്ള സംഘം. മനസ്സിലാവുന്നുണ്ടോ ആ ഒരു ഇത്? അപ്പൊ ഇത് കോടതിക്ക് മനസ്സിലാവുന്നു. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പഴുതുണ്ടാവട്ടെ, ഇടപെടുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇപ്പൊ തന്നെ വാതിൽപ്പാളി വരെ നമുക്ക് പറ്റി. ഇതാരൻ്റെ ചൂണ്ടിക്കാണി? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു സംശയം, ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും. ഭഗവാൻ നമ്മൾ വെളിയിൽ നിന്ന് കാണിക്കുമ്പോൾ സ്വർണ്ണമായിട്ടിരിക്കുന്നുണ്ട്. സ്വർണ്ണമാണോ? സംശയം അല്ല. കയറാൻ പറ്റുമോ നമുക്ക്? ഇതിനകത്ത് കയറാൻ പറ്റുന്ന ആർക്കാ? തന്ത്രിക്കും മേൽശാന്തിക്കും. അവനാ മറ്റേന്റെ കീഴിൽ ഒപ്പിട്ടേക്കുന്നത്. മനസ്സിലാവുന്നില്ല? അപ്പൊ നമ്മളീ പറഞ്ഞു വന്ന ടോപ്പിക്കിനകത്ത് എല്ലാത്തിനകത്തും ഇപ്പൊ ഇടപെടുന്നു. ഈ പറയുന്നത് സമാനതകളുണ്ടോ? ഇതും വാതിൽപ്പടി, അതിൽ വാതിൽപ്പടി. ഇതും സ്വർണ്ണക്കൊള്ള, അതും സ്വർണ്ണക്കൊള്ള. ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെതായത് കൊണ്ട് ഇതിനകത്ത് മോഷണത്തിന് വ്യാപ്തി കൂടുന്നു. മറ്റേത് അതുപോലെ മോട്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ട് നടക്കാതെ പോകുന്നു. അതിനകത്ത് ഈ പറയുന്ന പോലെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെ കൊണ്ട് ഒക്കുന്നവരെ കൊള്ള നടത്തും. അതിനകത്തും കോടതി ഇടപെടും. അത് വ്യാപകമായിട്ടുള്ള ഇടപെടൽ. കോടതി ഒരു കാര്യം ചെയ്യണം. നമ്മളെപ്പോഴൊന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയും, കോടതി ഇവിടുത്തെ ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഈ ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള സ്വർണം, അതുപോലെ വിലപ്പെട്ട സാധനങ്ങൾ ഇതെല്ലാം ഓഡിറ്റിംഗ് ഉണ്ടല്ലോ, തയ്യാറാക്കുന്നുണ്ടല്ലോ. ഇത് തയ്യാറാക്കി വെച്ചേക്കുന്ന ആദ്യമേ പരിശോധിക്കുന്നത് ഇതൊക്കെ സ്വർണ്ണമാണെന്ന് നോക്കണം. കോടതിയുടെ മേൽനോട്ടം നടക്കട്ടെ, ഇതൊന്നും സ്വർണ്ണമായിരിക്കത്തില്ല ഇപ്പോഴത്തെ അവസ്ഥ വരുമ്പോൾ. സാറേ അതുപോലെ സാധനം ഇതുപോലൊരു സ്വർണ്ണക്കട്ടി കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാജം കൊണ്ടുവച്ചിട്ട് ഓഡിറ്റിംഗ് വരുന്നവൻ സ്വാധീനമുള്ള ഇന്നാൾ ഓഡിറ്റിങ്ങിന് പോയാൽ മതിയെന്ന് തീരുമാനിച്ചാൽ പോരെ? ഇന്ന ഉദ്യോഗസ്ഥന്മാർ ഈ സമയം ഓഡിറ്റിങ്ങിന്റെ സമയത്ത് മുരാരിമാര് മഹസർ എഴുതാൻ കൊള്ള നടക്കുന്ന സമയത്തല്ല അവിടെ വരുന്നത്. എങ്ങനെയാ അവനവിടെ കൊണ്ടുവരുന്നില്ലേ? അതുപോലെ ആ ഓഡിറ്റിങ്ങിന്റെ സമയത്ത് അവർക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരുന്നാൽ പോരെ? ഇതെല്ലാം നടക്കുമല്ലോ. ഒരു മാലയായാലും നടക്കും, തിരുവാഭരണമായാലും നടക്കും. ഇതിന്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു വെക്കാൻ പറ്റും. 1 ഗ്രാം സ്വർണ്ണം നടക്കത്തില്ലേ? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആൾക്കാർക്ക് കടന്നു കയറാൻ പറ്റുന്നില്ല. ഏഴര പൊന്നാനയുടെ ഭാഗത്ത് നിന്ന് ഈയിടയ്ക്ക് ഒന്ന് വാർത്ത ഉണ്ടായിരുന്നു. ഏഴര പൊന്നാനെ മിനിക്കാൻ വേണ്ടി മുരാരിബാബു തീരുമാനിച്ചതാ. നാട്ടുകാരുടെ നീ അവിടെ ഇതെങ്ങനെ ഇരുന്നാൽ മതി, കൊണ്ടുപോയിരുന്നെങ്കിൽ ഏഴര പൊന്നാനെ കടൽ കിടക്കും. അതുപോലുള്ള സാധനം അതേ സ്വർണ്ണത്തിൽ പണിഞ്ഞു വെച്ചാലും ഇത്ര ലക്ഷം രൂപ അല്ല ഇത്ര കോടി രൂപ ആവത്തുള്ളായിരിക്കും. പക്ഷേ അത് കടൽ കടന്ന് 1000 കോടി 10000 കോടി കിട്ടും. അതുകൊണ്ടാണല്ലോ തന്ത്രിയുടെ കയ്യിൽ ഈ പറഞ്ഞവരെ ഇതിന്റെ മണ്ടയ്ക്കിരുന്ന വാഹനം ഇരുന്നത് ഇപ്പൊ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് ആരോപണം വന്നപ്പോൾ. അപ്പൊ ഇതേ രീതിയിലുള്ള കൊള്ളയുണ്ട്. ഏതായാലും കോടതിയിൽ നമുക്കൊന്ന് കുറച്ചെങ്കിലും പ്രതീക്ഷ. അതെ, മറ്റുള്ളതൊക്കെ കക്കാനുള്ള സൗകര്യം ഒരുക്കുന്ന സംവിധാനങ്ങളാണെങ്കിൽ കോടതിയിൽ മാത്രമാണ് ഇപ്പൊ സാധാരണ ഭക്തർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഭഗവാന്റെ എന്തെങ്കിലുമൊക്കെ ഇനി അവിടെ കാണും, അല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിലെങ്കിലും നോക്കും എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്നാലും പൂർണ്ണമായിട്ട് ഒരു പ്രതീക്ഷയും വെക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.